തന്നോളി തന്നോളി തിന്നോളി തന്നോളി തന്നോളി തിന്നോളി തന്നോളി മക്കളെ തിന്നോളി മക്കളെ. ഈ കുട്ടികളുടെ ഒരു കാര്യം, പഠിക്കേണ്ട സമയത്ത് വെറുതെ ഓരോന്ന്. അതെ, കുറ്റപ്പെടുത്താൻ വരട്ടെ, ഇതൊരു തമാശയോ കുട്ടികളുടെ നേരം പോക്കോ ആയി കരുതിയെങ്കിൽ തെറ്റി. തങ്ങളുടെ വലിയൊരാഗ്രഹം സഫലമാക്കാനുള്ള തിരക്കിലാണിവർ. മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് ഈ കച്ചവടക്കാർ. കൂട്ടുകാരന് വീടൊരുക്കുന്നതിനാരംഭിച്ച തട്ടുകടയാണ്. അതും ആഘോഷിച്ചും ആഹ്ലാദിച്ചും നടക്കേണ്ട കലോത്സവ കാലത്ത്. പലരും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം പറയുന്ന അതേ ന്യൂജൻ പിള്ളേരാണിത്. നോക്കൂ, എന്തൊരു നന്മയാണല്ലേ ഈ കുട്ടി മനസ്സുകളിൽ. ഒരു ഭാഗത്ത് ഡാൻസും പാട്ടും മേളവും ഒപ്പനയും ഒക്കെ അരങ്ങു തകർക്കുകയാണ്. എന്നാൽ ഇവിടെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അർത്ഥം അരക്കിട്ടുറപ്പിക്കുകയാണിവർ. സ്കൂളിലുള്ള ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഭവന നിർമ്മാണം നടത്തുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തട്ടുകട നടത്തുന്നത്. മുമ്പ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ഇവിടെ കലോത്സവം നടക്കുകയാണ്. പാട്ടും ഡാൻസും ഒക്കെ കാണണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി തട്ടുകടയിൽ നിൽക്കുകയാണ്. ഇതിവരുടെ ആദ്യ സംരംഭം ഒന്നുമല്ല കേട്ടോ. മാവൂർ സ്കൂളിലെ ഈ മിടുക്കർ ഇത്തരത്തിൽ പല വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ നന്മയറിഞ്ഞ് അധ്യാപകരും അവർക്കൊപ്പമുണ്ട്. തട്ടുകടയിലെ ചില വിഭവങ്ങൾ അധ്യാപകർ പാകം ചെയ്ത് എത്തിച്ചതാണ്. നെയ്ച്ചോറും കപ്പ ബിരിയാണിയും പാൽവാഴക്കയും തുടങ്ങി മലബാറിന്റെ വിവിധ തരം പലഹാരങ്ങൾ ഇവരുടെ ജിമിക്കി തട്ടുകടയിലുണ്ട്. തട്ടുകടയുടെ ഉദ്ദേശമറിഞ്ഞ് കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിസരവാസികളുമൊക്കെ വിഭവങ്ങൾ വാങ്ങിക്കുന്നുമുണ്ട്. ലൈവായിട്ട് നെയ്ച്ചോറുണ്ട്, പൊറാട്ട ഉണ്ട്, അതുപോലെ തന്നെ ദോശ, ചട്നി, കപ്പ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ലൈവായിട്ട് ഞങ്ങള് വൃത്തിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് സെർവ് ചെയ്യാനും ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ സ്നാക്സ് ഐറ്റംസ് ആയിട്ട് കൽത്തപ്പ ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ കാടമുട്ട ഉണ്ട്, പിന്നെ അങ്ങനത്തെ എണ്ണക്കടികൾ ഒരുപാടുണ്ട്. ഇവിടെ കുട്ടികൾ എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങള് ചെലവ് കുറച്ച് രീതിയിൽ സ്പോൺസേഴ്സ് ആണ് അധികം ഇത് തരുന്നത്. ഞങ്ങളത് കുട്ടികളിലേക്ക് നൽകുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്ന ഞങ്ങൾ NSSന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്, സ്നേഹഭവൻ എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട്. അതിലെ ഒരു കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോ ഇത് ചെയ്ത് തുടർന്നു വരികയാണ്. അപ്പൊ ഈ വർഷം ചെയ്യുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് വീട് പണിയിലേക്ക് എടുക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന കലോത്സവം മാറ്റിവെച്ചാണ് ഈ കുട്ടികൾ കച്ചവടക്കാരായത്. ഉറവ പറ്റാത്ത സഹോദര സ്നേഹത്തിന്റെ മാതൃകയാണ് ഇവർ പകർന്നു നൽകുന്നത്. ETV ഭാരത്, കോഴിക്കോട്.